ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാൻ തീരുമാനം. രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച തീരുമാനം നീക്കണമെന്നാണ് ആവശ്യം. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് പി ആർ സുനിൽ. നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണോ കേന്ദ്രം സുപ്രീംകോടതി വിധിക്കെതിരെ? സുജിയ, സുപ്രീംകോടതിയുടെ ഇന്നലത്തെ വിധി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി കൂടി വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. JB പാർഡിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഭരണഘടനാപരമായി പരമാധികാരം സുപ്രീംകോടതിക്കാണ് എന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ഗവർണർമാർ അയക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി 3 മാസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി പറഞ്ഞതോടുകൂടി രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സുപ്രീംകോടതി തന്നെ സമയപരിധി നിശ്ചയിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് മുകളിലാണ് സുപ്രീംകോടതി എന്ന തരത്തിലുള്ള വിധി വരുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു പുനഃപരിശോധന ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ വിധി തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. അതുകൊണ്ട് ഈ വിധി പുനഃപരിശോധിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം ഈ പുനഃപരിശോധന ഹർജി പരിഗണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ തന്നെയാണ്. അവരുടെ ചേംബറിലാണ് പുനഃപരിശോധന ഹർജി പരിഗണിക്കുക. നമുക്കറിയാം, ഭൂരിഭാഗം പുനഃപരിശോധന ഹർജികളും സുപ്രീംകോടതി തള്ളാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ കേസിലും അതിന് വിപരീതമായി എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതല്ലെങ്കിൽ ഈ 2 ജഡ്ജിമാർക്കിടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ ഉണ്ടാകണം. പുനഃപരിശോധന ഹർജി തള്ളിയാൽ പിന്നീടുള്ള സാധ്യത എന്നത് തിരുത്തൽ ഹർജി നൽകുക എന്നതാണ്. അതും തള്ളിയാൽ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാ ഭേദഗതി സുപ്രീംകോടതി തീരുമാനത്തെ മറികടക്കാൻ കൊണ്ടുവരണം. പക്ഷേ അപ്പോഴുമുള്ള വെല്ലുവിളി എന്നത് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് അതിന് ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയ വെല്ലുവിളി ഈ വിഷയത്തിൽ നിയമപരമായി സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോഴും ഒരു രാഷ്ട്രീയ സന്ദേശം നൽകൽ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ പുനഃപരിശോധന ഹർജി നീക്കം. രാഷ്ട്രപതിക്ക് വീറ്റോ പവർ ഇല്ലെന്ന വിധിക്കെതിരെയാണ് കേന്ദ്രം നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. പി ആർ സുനിലാണ് നമുക്കൊപ്പം ചേർന്നത്.